പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്ത് കോടതിയിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ചന്ദ്രശേഖരനെ ഇടിച്ചു കൊന്നത് ശ്രീകാന്ത് തന്നെയാണെന്ന് ദർശൻ കോടതിയിൽ തെളിയിക്കുന്നുണ്ട്. സ്വന്തം മകൻ ചെയ്ത ഈ ഒരു വലിയ ക്രൂരതയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണമെന്ന് ശങ്കരനാരായണൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തിന് കോടതി ജീവപര്യന്തം ശിക്ഷ തന്നെ വിധിക്കുകയാണ്. വളരെ വിഷമത്തോടുകൂടെയും എന്നാൽ അത്ര തന്നെ ദേഷ്യത്തോടുകൂടെയും പോലീസുകാരൻ ശ്രീകാന്തിനെ കോടതിയിൽ നിന്നും കൊണ്ടുപോയി. ഇതോടുകൂടെ വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ നിന്നുള്ള ആ ഒരു ശ്രീകാന്തിൻ്റെ ശല്യം അങ്ങ് അവസാനിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ജയിലിൽ കിടന്ന് ശ്രീകാന്തിനെ കാണാൻ വേണ്ടി ശങ്കരനാരായണൻ വരും. ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് നോക്കി ശങ്കരനാരായണൻ ചോദിക്കുന്നത്, എന്താ ശ്രീകാന്തെ, ചെയ്തതെല്ലാം തെറ്റാണെന്ന് ഇപ്പം നിനക്ക് ബോധ്യപ്പെട്ടോ എന്ന്? പണത്തിനും സ്വത്തിനും വേണ്ടി നീ കാട്ടിക്കൂട്ടിയതിൻ്റെ ബാക്കിയാണ് ഇവിടെ ഇനി കിട്ടാനിരിക്കുന്നത്. ഇതെല്ലാം നിന്റെ വിധിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് കേട്ട കലിപ്പിൽ ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ സന്തോഷമായല്ലോ, നിങ്ങളല്ലേ എനിക്ക് ഈ ഒരു ശിക്ഷ വാങ്ങിച്ചു തന്നത്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല. എന്നെങ്കിലും ഞാൻ പുറത്തിറങ്ങുമെന്നും അന്ന് എല്ലാവരോടും ഞാൻ കണക്ക് ചോദിക്കുമെന്നും തന്നെ അവൻ ഭീഷണിപ്പെടുത്തി പറഞ്ഞു. നീ ഇങ്ങനെ ഒരിക്കലും പുറംലോകം കാണില്ലെന്നും കമ്പനികളും സ്വത്തുക്കളെല്ലാം ഇനി വേദക്കും വിക്രമിനും മാത്രമായിരിക്കും, അവരായിരിക്കും ഇനി അത് നോക്കി നടത്തുന്നത് എന്ന് ശങ്കരനാരായണൻ അങ്ങ് തീർത്തും പറഞ്ഞു. നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം തന്നെ വേദയുടെ പേരിലേക്ക് മാറ്റുമെന്നും നിന്റെ കുഞ്ഞ് വലുതാകുമ്പോൾ വേദ അത് കൊടുത്തോളുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയെങ്കിലും ഒരു മനുഷ്യനായി ജീവിക്കാൻ ശ്രീകാന്തിനോട് പറഞ്ഞതിന് ശേഷം തൻ്റെ മകനായി താൻ ഇനി കാണാൻ പോകുന്നത് വിക്രമിനെ ആയിരിക്കുമെന്നും കൂടി ശങ്കരനാരായണൻ അങ്ങ് വ്യക്തമാക്കി. ഇത്രയും പറഞ്ഞ ശങ്കരനാരായണൻ അവിടെ നിന്നും പോകുന്ന സമയത്തിന് തൻ്റെ മകൻ മരിക്കാൻ കാരണമായ ശ്രീകാന്തിനെ ജയിലിനുള്ളിൽ വെച്ച് തന്നെ തീർക്കാൻ വാസവൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയം വിക്രമും വേദയും കമ്പനി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയാണ്. വേദ കോടതിയിൽ വക്കീലുമായി പ്രാക്ടീസ് തുടരുകയാണ്. അപ്പോഴാണ് വരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട വാസവൻ കോടതിയിൽ പരാതി നൽകുന്നത്. ഈ കേസ് വാദിക്കാൻ ചക്രവാണി സർ വേദയെ ഏൽപ്പിച്ചു. വിക്രമിനോട് ചോദിക്കുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാനാണ് പറയുന്നത്. വരുണിനെ കൊന്നത് ആരാണെന്ന് എനിക്കും അറിയണമെന്നും ഏട്ടൻ ആരെയോ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നും വിക്രം പറഞ്ഞു. വിക്രമിൻ്റെ പിന്തുണയോടുകൂടെ വേദ ആ ഒരു കേസ് ഏറ്റെടുത്തു. വാസവൻ വക്കീൽ ഓഫീസിലേക്ക് വന്ന് വേദയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, വരുണിനെ കൊല്ലാൻ എല്ലാ ഏർപ്പാടും ചെയ്തത് ശ്രീകാന്താണെന്ന് എനിക്കറിയാം. പക്ഷേ കുത്തിയതാരാണെന്ന് എനിക്കറിയണം. നിയമപരമായിട്ട് നിങ്ങൾ ഈ കൊലയാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ താൻ ഈ കേസ് ഏറ്റെടുക്കുന്നുള്ളൂ എന്ന് വേദ ഉറപ്പിച്ചു പറഞ്ഞു. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിയമം കയ്യിലെടുക്കാനാണ് ഭാവമെങ്കിൽ താൻ ഇതിനില്ല എന്നും വേദ വ്യക്തമാക്കി. ഒടുവിൽ വാസവൻ സമ്മതിക്കുന്നു. എന്നാൽ തൻ്റെ മകനെ കൊന്നവനെ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. മറുഭാഗത്ത് വിക്രം തൻ്റെ പഴയ വർക്ക്ഷോപ്പിലെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയി. നീ ഇപ്പോൾ വലിയ മുതലാളിയൊക്കെ ആയില്ലേ, ഞങ്ങളൊക്കെ മറന്നു എന്ന് തമാശക്ക് ചോദിക്കുന്ന സമയത്തിന് അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ലെന്ന് വിക്രം പറഞ്ഞു. ശ്രീകാന്ത് കുളന്തോടിയ ബിസിനസ് കാര്യങ്ങളൊക്കെ വേദക്കും അച്ഛനും വേണ്ടി താൻ ഒറ്റക്ക് നോക്കി നടത്തുകയാണെന്ന് അവൻ അവരോട് പറഞ്ഞു. അരുണിൻ്റെ കേസ് വേദ ഏറ്റെടുത്ത കാര്യവും അവരോട് പറയുന്നുണ്ട് വിക്രം. യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ അവരുടെ സഹായം വിക്രം ചോദിക്കുന്നുണ്ട്. രാജേട്ടനും ജോസഫും സജിനും കട്ടക്ക് കൂടി നിൽക്കുമെന്നും ഉറപ്പ് കൊടുത്തു. ഈ സമയത്തിന് ജയിലിനുള്ളിൽ കിടക്കുന്ന ശ്രീകാന്ത് എങ്ങനെയെങ്കിലും ജയിലിൽ ചാടി വിക്രമിനെയും വേദയും ശങ്കരനാരായണനെ ഇങ്ങനെ കൊല്ലാൻ അവസരം പാർത്തിരിക്കുകയാണ്. അപ്പോഴാണ് പഴയ ഇൻസ്പെക്ടർ സാബു സർവീസിൽ ഇങ്ങനെ തിരികെ കയറി ശ്രീകാന്തിനെ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നത്. വരുണിനെ കൊന്നത് നീയാണെന്നും അത് തനിക്കറിയാമെന്നൊക്കെ ശ്രീകാന്ത് SI സാബുവിനോട് പറഞ്ഞു. ഒരിക്കലും തൻ്റെ പേര് പുറം ലോകത്തോട് പറയരുത് എന്ന് സാബു ആവശ്യപ്പെടുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ജയിൽ ചാടാൻ സഹായിക്കണമെന്നൊക്കെ ശ്രീകാന്ത് ആവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ നിന്റെ പേര് ഞാൻ എല്ലാവരോടും പറയുമെന്നൊക്കെ ശ്രീകാന്ത് ഭീഷണിപ്പെടുത്തി. ഇതേസമയം വേദ പഴയ ഫയലുകളൊക്കെ പരിശോധിക്കുന്ന സമയത്തന്നെ വരുണിൻ്റെ കേസിൽ സാബുവിനുള്ള പങ്കിനെക്കുറിച്ച് അവൾക്ക് സംശയം തോന്നിയിരുന്നു. ഈ സംശയം അവൾ വിക്രമിനോട് പങ്കുവച്ചു. വിക്രം ഉടനെ തന്നെ തൻ്റെ പഴയ രീതിയിൽ സാബുവിനെ പൊക്കാൻ തീരുമാനിച്ചു. വിക്രമും ഫ്രണ്ട്സും കൂടി സാബുവിനെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി വണ്ടിയിൽ കയറ്റി ശ്രീകാര്യ ശ്രീനിവാസന്റെ പാർട്ടി ഓഫീസിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് വിക്രം SI സാബുവിനെ ശരിക്കും അങ്ങ് കൈകാര്യം ചെയ്യുന്നുണ്ട്. തല്ലി കിട്ടിയതോടുകൂടെ പേടിച്ച സാബു സത്യമെല്ലാം തുറന്നു പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് താൻ വരുണിനെ കുത്തിയത് എന്നും വിക്രമിനെതിരെ മൊഴി കൊടുപ്പിച്ചത് ശ്രീകാന്താണെന്നും സാബു വെളിപ്പെടുത്തി. ഇതെല്ലാം കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇതിനിടയിൽ ശ്രീകാന്ത് ജയിൽ ചാടി വിക്രമിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മാസ്ക് ധരിച്ച് കത്തിയുമായി വേദയെ കൊല്ലാൻ അവളുടെ റൂമിലേക്ക് എത്തിയ ശ്രീകാന്തിനെ വേദ ബഹളം വെച്ച് എല്ലാവരെയും വിളിച്ചുകൂട്ടി പിടികൂടി. മാസ്ക് മാറ്റി നോക്കിയപ്പോൾ അത് ശ്രീകാന്താണെന്ന് കണ്ട് എല്ലാവരും ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. സുധാകരൻ മാഷ് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് അവനെ ഏൽപ്പിച്ചു. തന്നെയും വിക്രമിനെയും സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ശ്രീകാന്ത് ആക്രോശിക്കുന്നുണ്ട്. പിറ്റേന്ന് കോടതിയിൽ വരുണിൻ്റെ കേസ് വിചാരണക്കെടുത്തു. വേദ വളരെ ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്. കൊലപാതകം നടന്ന സമയത്ത് ഇൻസ്പെക്ടർ സാബു സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങൾ സഹിതം വേദ തെളിയിച്ചു. ശ്രീകാന്തിൻ്റെ കോൾ റെക്കോർഡുകളും സാബു വസ്ത്രം മാറ്റുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ വേദ കോടതിയിൽ ഹാജരാക്കി.
ഒടുവിൽ രക്ഷയില്ല എന്ന് കണ്ട് സാബു താൻ തന്നെയാണ് വരുണിനെ കുത്തിയതെന്നും ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് അതെല്ലാം ചെയ്തത് എന്നും ജഡ്ജിക്ക് മുന്നിൽ ഏറ്റു പറഞ്ഞു. എല്ലാം കേട്ട ജഡ്ജി ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു. വിധി അടുത്ത മാസം പറയുമെന്നും കോടതി അറിയിച്ചു. കോടതിക്ക് പുറത്തിറങ്ങിയ വാസവൻ തൻ്റെ മകനെ കൊന്ന ഇവരെ രണ്ടുപേരെയും ജയിലിൽ വെച്ച് തീർക്കണമെന്ന് തന്നെ പരസ്യമായി ഭീഷണിപ്പെടുത്തി. സത്യം തെളിയിച്ചതിന് വിക്രമിനോടും വേദയോടും നന്ദി പറയാണ് വാസവൻ. കോടതി വരാന്തയിൽ വെച്ച് വാസവൻ നടത്തിയ ആ ഒരു ഭീഷണി വെറുമൊരു വാക്കല്ല എന്ന് വിക്രമിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വേദയെ ചേർത്ത് പിടിച്ച് കാറിനരികിലേക്ക് നടന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ മാഷും കമലയും വലിയ ആശ്വാസത്തിലായിരുന്നു. ശ്രീകാന്ത് വീണ്ടും ജയിലിലായതും അരുണിൻ്റെ കൊലപാതകത്തിൻ്റെ ആ ഒരു സത്യം പുറത്തു വന്നതും ആ കുടുംബത്തിന് വലിയൊരു ഭാരമൊഴിഞ്ഞതുപോലെ തോന്നിപ്പിച്ചു. പക്ഷേ വിക്രമിൻ്റെ ഉള്ളിൽ ഒരു ആദി ബാക്കിയുണ്ടായിരുന്നു. വാസവൻ ആരെയും കൂസാത്ത ആളാണ്. അയാൾ ജയിലിൽ നിന്ന് വെച്ച് ശ്രീകാന്തിനെ വകവരുത്തിയാൽ അത് വീണ്ടും ഒരു പുതിയ കേസിനും കുടുംബത്തിൻ്റെ സമാധാനം കളയാനും കാരണമാവും. രാത്രിയിൽ വിക്രം തൻ്റെ പഴയ സുഹൃത്തുക്കളായ സജിനെയും രാജേട്ടനെയും വിളിച്ച് ജയിലിലുള്ള വിവരങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ ജയിലിനുള്ളിൽ വെച്ച് കിടത്തിനെ സാബുവും ശ്രീകാന്തും തമ്മിൽ വലിയ വഴക്കുണ്ടാവുന്നുണ്ട്. നിന്റെ വാക്ക് കേട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഗതി വന്നത് എന്നൊക്കെ പറഞ്ഞ് സാബു ശ്രീകാന്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പോലീസുകാർ ഇടപെട്ടാണ് അവരെ മാറ്റി നിർത്തുന്നത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ശ്രീകാന്തിനെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിലേക്ക് ഒരു രാത്രി പുതിയൊരു അന്തേവാസി എത്തുകയാണ്. അത് വാസവൻ ഏർപ്പാടാക്കിയ ആളായിരുന്നു. ശ്രീകാന്ത് വൈകിയാണ് തിരിച്ചറിഞ്ഞത് ആ ഒരു സത്യം. ഈ ഒരു പാതിരാത്രിയിൽ ആ അജ്ഞാതൻ ശ്രീകാന്തിൻ്റെ കഴുത്തിന് നേരെ തോർത്തിട്ട് മുറുക്കുന്ന സമയത്ത് തന്നെ മരണം മുന്നിൽ കണ്ട ശ്രീകാന്ത് പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചു. സെക്യൂരിറ്റി ഗാർഡുകൾ ഓടിയെത്തിയതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ജീവൻ അങ്ങ് രക്ഷപ്പെട്ടത്. ഈ വിവരമറിഞ്ഞ വേദ വാസവനെ നേരിട്ട് കാണാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾ നിയമത്തിന് വിട്ടുകൊടുക്കാമെന്ന് വാക്ക് തന്നതല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദന നിനക്ക് മനസ്സിലാവില്ല എന്ന് വാസവൻ മറുപടി നൽകി. ഒടുവിൽ വിക്രം ഇടപെടുകയും പ്രതികാരം കൊണ്ട് തന്നെ ഒരാളും മടങ്ങി വരില്ല എന്നും ഇനിയൊരു ചോരപ്പുഴ ഈ നാട്ടിൽ വേണ്ട എന്നും വാസവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വിക്രം. മാസങ്ങൾക്ക് ശേഷം കോടതി അന്തിമവിധി പ്രസ്താവിച്ചു. വരുണിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനും തെളിവുകൾ നശിപ്പിച്ചതിനും ഇൻസ്പെക്ടർ സാബുവിനും ഗൂഢാലോചന നടത്തിയ ശ്രീകാന്തിനും കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മരണം വരെ ഇനി പുറലോകം കാണില്ലെന്ന് ഉറപ്പായതോടുകൂടി തന്നെ ശ്രീകാന്തിൻ്റെ എല്ലാവിധ അഹങ്കാരവും അവിടെ അങ്ങ് തകർന്നു പോവാണ്. വിധി കേട്ട് പുറത്തിറങ്ങിയ വേദയുടെയും വിക്രമിൻ്റെയും ശങ്കരനാരായണൻ്റെയൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അവർ പറയുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ച നീതി നടപ്പിലായി എന്ന്. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുമെന്ന് സത്യമാണ്. എല്ലാം അവിടെ തെളിയിക്കപ്പെട്ടു. വാസവൻ തൻ്റെ പ്രതികാരം ഉപേക്ഷിച്ച് നിയമത്തിൻ്റെ വിധിയെ അംഗീകരിച്ചു. വിക്രമും വേദയും തങ്ങളുടെ കുഞ്ഞിനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. തകർന്നടിഞ്ഞ ബിസിനസ് സാമ്രാജ്യം വിക്രം തൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെ വീണ്ടും ഉയർത്തിയെടുത്തു. ചന്ദ്രശേഖരൻ്റെയും ശ്രീകാന്തിൻ്റെയും കറുത്ത നിഴലുകൾ മാഞ്ഞതോടുകൂടെ ആ വീണ്ടും പഴയതുപോലെ സന്തോഷം നിറഞ്ഞൊരിടമായി മാറാണ്. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.